ഈ നരഭോജികൾ എത്ര വട്ടം അവനെ മർദ്ദിച്ചിട്ടുണ്ടാവും. ഈ നരഭോജികൾ, ഈ തെമ്മാടി വർഗ്ഗങ്ങൾ, ഈ നാടിന് വേണ്ടാത്ത, നാട്ടുകാർക്ക് വേണ്ടാത്ത ഈ തെമ്മാടി വർഗ്ഗങ്ങൾ എത്ര പ്രാവശ്യം റിബിനെ മർദ്ദിച്ചിട്ടുണ്ടാവും. ഇതേപോലെയാണ് ഈ ക്യാമ്പസിലെ സകല വിദ്യാർത്ഥികളെയും മർദ്ദിച്ചുകൊണ്ട് ഈ ക്യാമ്പസിലെ SFIക്കാർ മുന്നോട്ട് പോകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ക്യാമ്പസിന്റെ അകത്ത് പോയി ആ യൂണിയൻ റൂം എന്ന് ഇവർ പറയുന്ന ആ റൂം ഈ ക്യാമ്പസിലെ ഇത് റൂമാണ്. അവിടെയാണ് KSUക്കാരും മറ്റു വിദ്യാർത്ഥികളും ക്രൂരമായി മർദ്ദിക്കുന്നത്. ഇത് ഞങ്ങൾ വിടില്ല. ഈ ജനാധിപത്യ സംസ്ഥാനത്തെ ഒരു തരത്തിൽ ഞങ്ങൾ വിടില്ല. ഇനിയും ശക്തമായ സമരമായിക്കൊണ്ട് ഈ ക്യാമ്പസിൽ KSU മത്സരിക്കുന്ന പാനലിലൂടെ ഈ ക്യാമ്പസിൽ ജനാധിപത്യം വീണ്ടെടുക്കുന്ന സമരമായി ഞങ്ങൾ മുന്നോട്ട് പോകും. മുഹമ്മദ് റിബിൻ യൂണിറ്റ് പ്രസിഡന്റാണ്. യൂണിറ്റ് പ്രസിഡന്റാണ് ക്യാമ്പസിൽ. നിങ്ങൾ കണ്ടതല്ലേ ഒരു ചെറുപ്പക്കാരൻ ഒരു ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥിയെ, ആ വിദ്യാർത്ഥിയെ പോലീസുകാർ എടുത്ത് ബോധരഹിതനായി കൊണ്ടുവരുന്ന കാഴ്ച നിങ്ങൾ എല്ലാ ആളുകളും കണ്ടല്ലേ? എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങളൊരു കാര്യം ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി ആക്രമിക്കാൻ എന്ത് തെറ്റാണ്? വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ? ആ സ്ഥാപനത്തിനകത്ത് ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറയുമ്പോ എന്ത് ദാഠ്യമാണ്? SFIയുടെ സെക്രട്ടറി ഈ അക്രമത്തിന് നേതൃത്വം കൊടുക്കുമ്പോ അടിക്ക് അവൻ പറയാ അടിക്ക് അവനാരാ? അടിക്ക് അവനാരാ? ഈ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവകാശമില്ലേ? ആ അവകാശങ്ങളെ ചോദ്യം ചെയ്യാനൊന്നും SFI വളർന്നിട്ടില്ല. റിബിനെ നിങ്ങൾ ആക്രമിച്ചോ? ഈ റിബിനെ ആക്രമിച്ചതിന് 100 ആയുധങ്ങള് പകരം ചോദിച്ചിരിക്കും. ഇവിടെ ക്യാമ്പസുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. ഞങ്ങൾ ഫുൾപാലും മത്സരിക്കാൻ നിൽക്കുക. നിങ്ങൾക്കെതിരെയുള്ള വിദ്യാർത്ഥി വികാരം ഈ ക്യാമ്പസിനകത്തുള്ള തെരഞ്ഞെടുപ്പ് വിധിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. എത്ര കാലം നിങ്ങളിങ്ങനെ ഏകാധിപത്യ കോട്ടകളായി